ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ സൗണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എൻ്റെ സ്റ്റുഡിയോ റൂം ശരിയാക്കുകയാണ്. അപ്പൊ ശരിയാക്കുന്നവരെ നിങ്ങൾ ഈ സൗണ്ടിനൊക്കെ ഒന്ന് സഹകരിച്ച് തരണം കേട്ടോ. അപ്പം നേരെ വീഡിയോ. മാങ്ങയൊക്കെ നന്നായി ഉണ്ടാക്കിയല്ലോ, ഒരു എയർ കൊടുത്താലോ? അതെ വിടുന്ന ഒരേ എലിക്കുഞ്ഞിന്റെ സൗണ്ട്. അയ്യോ, തമ്പുരാട്ടിക്ക് മനസ്സിലായോ? ഇപ്പൊ എന്താ ചെയ്യാ? ഓ, അപ്പൊ അതാണല്ലേ നിന്റെ ചിക്കനും മന്തി ഫ്രൈഡ് റൈസും ഒന്നും ഞാൻ എടുത്തു തന്നിട്ടില്ലല്ലേ? ഒരു മാഗി അല്ലേ? അതും എന്റെ ഏച്ചി ഉണ്ടാക്കിയ മാഗി. അതിനാ പാക്കറ്റിലും ആ മാഗിയിലോ അതൊന്നും നിന്റെ വേറെ എഴുതിച്ചില്ലാലോ. എനിക്ക് കളി കയറുന്നുണ്ടോ? ഒന്ന് പോടി. ഷോ, ഈ ഊളുണ്ടായി കളിക്കുന്നത്. അവിടെ മാറി നിക്ക്. എന്നെ മച്ചാനിപ്പം വന്നാണ്ടല്ലോ നീയേ തകരും. എടി, ടിവിയിലെ ബണ്ടുണ്ട്, നീ കാണുന്ന? നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതങ്ങനെ ശരിയാവും. എന്റെ ഏച്ചി ഇവിടെ തന്നെ അല്ലേ ഉള്ളത്. അപ്പൊ ഞാനിവിടെ തന്നെയാണ് നിൽക്കുക. മോളെ അതിനാ ബിഗ് ബോസ് 6-ലുള്ള ഡയലോഗൊക്കെ നീ നിർത്തി വെക്ക്. നീ സീരിയസ് മാറ്ററോട്ട് വാ. നമുക്കേ ഇവിടുന്ന് സംസാരിച്ചാൽ ശരിയാവില്ല, എന്റെ ഏച്ചി കേൾക്കും. കൂടാ നീ കൂടാ. എടി നീ ആദ്യം കണ്ടില്ലേ അവനൊരു പാവം. അവൻ അച്ഛനും ഇല്ല അമ്മയില്ല. അപ്പൊ നിനക്കെങ്ങനെ അവനോട് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നേ? എനിക്ക് സത്യം പറഞ്ഞാലേ നിന്നെക്കുറിച്ച് നല്ല കുറ്റബോധമുണ്ട്. നീ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന്? നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ലേ? എനിക്കെന്നെ നിന്നോട് സംസാരിച്ചിട്ട് വട്ടായിപ്പോയി. നിനക്കെന്താ ഒന്നും അറിയാത്ത പോണോ? നീ ആദ്യമായിട്ട് ചെയ്യുന്നൊക്കെ വൃത്തിയില്ലാത്ത സ്വഭാവ. എനിക്ക് മനസ്സിലായി. ഞാൻ അവനോട് അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അപ്പൊ നീ നല്ല കുട്ടിയായോ? ദേവു, എടാ നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ കുറെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊക്കെ നീ എന്നോട് ക്ഷമിക്കില്ലേടാ? ഓ, അപ്പൊ എന്റെ ഉപദേശത്തിനൊക്കെ ഇവിടെ മയങ്ങി വീണിട്ടുണ്ട്. അന്തഭയ ഇവക്ക് ഇങ്ങിട്ടോ ഇരിക്കട്ടോ. ഇനി ഇവരിങ്ങനെ തന്നെ നന്നായിരിക്കട്ടെ. ഞാനവും മിണ്ടണ്ട. പാവം. നന്നാവട്ടെ, നന്നായിരിക്കട്ടെ. ഞാനീ കാണുന്ന സ്വപ്നമാണോ? അല്ലടാ, യാതൊരു തന്നെയാ. ഞാനേ നീ ചോദിച്ചിട്ട് തരാത്ത കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ ഞാൻ നിനക്ക് തിരിച്ചു തരാം. ഇവർക്കിപ്പോ എന്നാ വേണ്ടേ?